ക്ഷയിച്ചാലുമേ ഒന്ന് കൊരിന്ത്യർ 15-ാം അധ്യായം 35 മുതൽ 49 വരെയുള്ള വാക്യങ്ങൾ. പക്ഷേ ഒരുവൻ മരിച്ചവർ എങ്ങനെ ഉയർക്കുന്നു എന്നും ഏതു വിധം ശരീരത്തോടെ വരുന്നു എന്നും ചോദിക്കും. മൂഢ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിലും ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല, ഗോതമ്പിന്റെയോ മറ്റു വല്ലതിന്റെയോ മണിയത്രേ വിതയ്ക്കുന്നത്. ദൈവമോ തന്റെ ഇഷ്ടം പോലെ അതിനൊരു ശരീരവും ഓരോ വിത്തിന് അതതിന്റെ ശരീരവും കൊടുക്കുന്നു. സകല മാംസവും ഒരുപോലെയുള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസവും വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമ ശരീരങ്ങളും ഉണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുത്ഥാനവും ഔവണ്ണം തന്നെ. ദ്രവത്വത്തിൽ വിധിക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. അപമാനത്തിൽ വിധിക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ബലഹീനതയിൽ വിധിക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിധിക്കപ്പെടുന്നു, ആത്മിക ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരമുണ്ടെങ്കിൽ ആത്മിക ശരീരവും ഉണ്ട്. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നുവെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. എന്നാൽ ആത്മീകമല്ല, പ്രാകൃതമത്രേ ഒന്നാമത്തേത്. ആത്മികം പിന്നത്തേതിൽ വരുന്നു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരും ആകുന്നു. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. കൊറോണയുടെ സമയത്ത് 2020 ഞാൻ ഡാഡിയുടെ രണ്ടാമത്തെ മകളാണ്. എന്നുവെച്ചാൽ മിഡിലായിട്ടുള്ള ഡോക്ടർ. ആ ടൈമിൽ എനിക്ക് ബഹ്റിനിൽ നിന്ന് റീലൊക്കേറ്റ് ചെയ്യേണ്ടി വന്നു എൻ്റെ മകളായിട്ട്. അപ്പം എൻ്റെ ഹസ്ബൻഡ് അവിടെ ബഹ്റിനിൽ വർക്ക് ചെയ്യുവാണ്. അതിപ്പം ശരിക്കും ഒരു നിമിത്തമായിട്ടാണ് ഞാൻ കാണുന്നത്. എന്നുവെച്ചാൽ ഞാൻ ആ 2020 വന്നു കഴിഞ്ഞിട്ട് ഒരു 6 മന്ത്സിനുള്ളിലാണ് എൻ്റെ ഡാഡിക്ക് സ്ട്രോക്ക് വരുന്നതും ഡാഡിയെ പരിചരിക്കാൻ ഇടയാവുന്നതും. അന്ന് മുതൽ ഇന്ന് വരെ, ഡാഡിയുടെ അവസാന നിമിഷം വരെ എനിക്ക് ഡാഡിയെ നോക്കാൻ പറ്റി. അതെനിക്ക് ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഡാഡിയെ സംബന്ധിച്ച് ഞങ്ങൾ ഗേൾസ് ആയിരുന്നു ഫസ്റ്റ് പ്രയോറിറ്റി. ചെറുപ്പത്തിൽ ഞങ്ങളോട് പറയുമായിരുന്നു, ഞാൻ മരിച്ചു കിടക്കുമ്പോൾ എൻ്റെ പെൺപിള്ളേർ എൻ്റെ ചുറ്റിനും ഇരുന്ന് കരയണം എന്ന്. അപ്പം ഞാനിപ്പം ഇച്ചിരി മുമ്പ് അത് ആലോചിച്ചത്. ഞങ്ങളിവിടെ ഇങ്ങനെ ഇരുന്നപ്പം ഡാഡി ഞങ്ങളെ കുഞ്ഞിലെ ഒരു 6-7 വയസ്സിലുള്ളപ്പം ഞങ്ങളോട് പറയുന്ന ആ വാക്കുകൾ ഞാൻ ആലോചിച്ചു പോയി. പിന്നെ ഹോസ്പിറ്റലിൽ അസുഖം വന്നാലും ഞങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള ഒരു മോഡേൺ മെഡിസിൻ ട്രീറ്റ്മെൻറ്റ് ഡാഡി തരാറില്ല. എല്ലാം ആയുർവേദ, നാച്ചുറൽ ട്രീറ്റ്മെൻറ്റ്സ്, അത്രയും എന്നുവെച്ചാൽ ആ ഒരു കെയറാണ് ഞങ്ങൾക്ക് തന്നിരുന്നത്. പിന്നെ ഞങ്ങളെ പിള്ളേരെ വളർത്തി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഓവർ കൺസേൺ ആയിരുന്നു. ഓവർ കൺസേൺ കാരണം ഞങ്ങൾക്ക് തന്നെ അത് പല പ്രാവശ്യം ശ്വാസം മുട്ടിയിട്ടുണ്ട്. ഞങ്ങൾ തന്നെ ആലോചിച്ചിട്ടുണ്ട്, ഇത്ര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് ഞങ്ങൾക്ക് ശ്വാസം മുട്ടുന്നു, എങ്ങനെയും ഇവിടുന്ന് ഇറങ്ങിപ്പോകണം, അങ്ങനത്തെ ഒരു ലൈഫായിരുന്നു ഞങ്ങൾക്ക്. ബട്ട് ഡാഡി അത് സ്നേഹം കൊണ്ടാണ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ലൈഫ് തന്നതെന്നുള്ളത് ഇപ്പോഴും ഞങ്ങൾ റിയലൈസ് ചെയ്യുന്നത്. അപ്പം മോഡേൺ മെഡിസിന് ടോട്ടൽ അഗൻസ്റ്റ് ആയിട്ടിരുന്ന ഡാഡി
പല പ്രാവശ്യവും നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോഴും ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ കൊണ്ടുപോകുമ്പോഴും ആയുർവേദ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നു കഴിയുമ്പോൾ ഡാഡിയുടെ രീതിയിൽ ആയുർവേദ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ മരുന്ന് കഴിക്കത്തില്ലായിരുന്നു, ഭയങ്കര വാശിയായിരുന്നു. നമുക്കതൊക്കെ ഓവർകം ചെയ്ത് നമ്മൾ ഒത്തിരി ഫേസസിൽ കൂടി പോയി. ബട്ട് ഞങ്ങൾക്ക് അതിൻ്റെ സ്ട്രെങ്ത് തന്നു, ഞങ്ങൾക്ക് ദൈവം അതിൻ്റെ സ്ട്രെങ്ത് തന്നു. എല്ലാ രീതിയിലും ഡാഡിയെ ഞങ്ങൾക്ക് അവസാന നിമിഷം വരെ ഞങ്ങളുടെ കൈവെള്ളിയിൽ നോക്കാൻ ഉള്ള കരുത്ത് ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് തന്നു. പിന്നെ ഡാഡിക്ക് അഭിമാനത്തോടു കൂടി പോകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നുവെച്ചാൽ ഞങ്ങളെല്ലാം നല്ല രീതിയിലാണ് ഇപ്പം ഞങ്ങളുടെ എല്ലാം ജീവിതം നയിക്കുന്നത്. അതിൽ ഡാഡിക്ക് അഭിമാനിക്കാം. പിന്നെ ഡാഡി 83 years കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് ഒരു നല്ല കറേജിയസ് ആയിട്ടുള്ള ലൈഫാണ് ഡാഡി ലീഡ് ചെയ്തത്. സോ ഡാഡി മരിക്കുന്നതിൻ്റെ തലേദിവസം ഡാഡി ആകെ ചോദിച്ചൊരു കാര്യം, ഡാഡിക്ക് ഹൽവ കഴിക്കണമെന്ന് പറഞ്ഞു. ആൻഡ് ദാറ്റ് ഡേ ഹി വാസ് വെരി ഹാപ്പി. ആൻഡ് ഡാഡിക്ക് ഞാനൊരു ഹാഫ് പീസ് ഹൽവ ഡാഡിയെ കഴിപ്പിച്ചു. എന്നോട് ഇങ്ങനെ പിന്നെ വാ തുറന്നു തന്നു, താത്താന്ന് പറഞ്ഞിട്ട്. അപ്പം ഡാഡിക്ക് അത് ഞാനിങ്ങനെ വായി വെച്ച് കൊടുത്തു. ആൻഡ് ഹി വാസ് സ്മൈലിംഗ് അറ്റ് മീ. ആൻഡ് ഹി ഹാഡ് എ വെരി പ്ലസൻറ്റ് ഫേസ് ദാറ്റ് ഡേ. അപ്പം ഞാൻ വിചാരിച്ചു ഡാഡി മേ ലീവ് ഫോർ ലൈക്ക് ഫ്യൂ മോർ മന്ത്സ് എന്നൊരു തോട്ട് എനിക്ക് വന്നു. ബട്ട് മേ ബി ഡാഡിക്ക് തന്നെ സ്വർഗത്തിൽ നിന്ന് ഒരു 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 വിളി വന്ന് കാണാം. ദിസ് ഈസ് ലൈക്ക് ഗോയിങ് ടു ബി ദ എൻഡ്. സോ ഐ ഫീൽ ഹി ഹാഡ് എ വെരി ഗുഡ് ലൈഫ് എന്നുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ വളരെ സന്തോഷത്തോടെ തന്നെയാണ് ഡാഡി യാത്ര അയക്കുന്നത്. നമുക്ക് യാതൊരു റിഗ്രറ്റ്സും ഇല്ല. താങ്ക് യു. ദൈവത്തിൻ പൈതലേ നിന്റെ ജീവിതകാലമതിൽ ഓരോരോ ഭാരങ്ങളാലേ ഭാരങ്ങളെടുമ്പോൾ കർത്താവിൽ പ്രിയപ്പെട്ട ഏവരുമേ, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വാങ്ങിപ്പോയ പ്രിയപ്പെട്ട ജോസഫ് ഫിലിപ്പ് അങ്കിളിൻ്റെ ഭൗതിക ശരീരത്തിന് മുമ്പിലാണ് നാം ഇപ്പോൾ ഒത്തുചേർന്നിരിക്കുന്നത്. ദൈവം നൽകിയ ഒരു ആയുസ്, ദൈവത്തോടൊപ്പം അനുഗ്രഹമായി ജീവിച്ച ഒരു കർത്തൃദാസൻ, ജനിച്ച നാട്ടിൽ നിന്ന് ജോലിയോടനുബന്ധിച്ച് പലയിടങ്ങളിൽ സഞ്ചരിച്ച് അവിടെയൊക്കെ അനുഗ്രഹമായ സാക്ഷ്യം നിർവഹിച്ച് ആയുസിൻ്റെ അവസാന നാളുകളിൽ ഈ എറണാകുളത്ത് പട്ടണത്തിൽ വന്ന് ഇവിടെ ജീവിക്കുവാൻ അദ്ദേഹത്തിന് ദൈവം അവസരം കൊടുത്തു.
ശാരീരികമായിട്ടുള്ള ചില ക്ലേശങ്ങൾ കൂടിയൊക്കെ അവസാന കാലങ്ങൾ കടന്നുപോയപ്പോഴും ആഴമായുള്ള ദൈവവിശ്വാസം, ദൈവത്തിലുള്ള ഭക്തി അദ്ദേഹത്തിൽ എപ്പോഴും കാണുവാനായിട്ട് കഴിയുമായിരുന്നു. പ്രിയപ്പെട്ട ആൻറ്റി കൂടെ നിന്ന് ഒരു കുഞ്ഞിനെ ശുശ്രൂഷിക്കുന്നത് പോലെയുള്ള ശ്രദ്ധ നൽകി പ്രിയപ്പെട്ട അങ്കിളിനെ പരിചരിച്ചത് ഞങ്ങളെല്ലാവരും കാണുകയും സാക്ഷ്യം വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. മക്കളുടെയൊക്കെ സ്നേഹം, കരുതലൊക്കെ അദ്ദേഹം അനുഭവിച്ചു. അവസാന സന്ധ്യയിലും രാത്രിയിലും ഒക്കെ പ്രിയപ്പെട്ട മകൾ കൂടെ നിന്ന് ശുശ്രൂഷിച്ചതെല്ലാം നന്ദിയോടെ ഓർക്കുന്നു. സുഖമില്ലാത്ത പ്രിയപ്പെട്ട മകനെ ഒരു രീതി പറഞ്ഞാൽ അവന് വേണ്ടി ജീവിച്ച ഒരു പിതാവാണ്. അവനെ ശ്രദ്ധയോടെ നോക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്ത പിതാവ്. പലപ്പോഴും പ്രിയപ്പെട്ട മകൻ വന്ന് അരികിലിരിക്കുമ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ മുഖത്ത് തെളിയുന്ന പ്രകാശം ഞങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഈ കുടുംബം അംഗങ്ങളായിരിക്കുന്ന എറണാകുളം ശാലയും മർത്തോമ ഇടവകയുടെ പേരിലാണ് ഞങ്ങൾ ഇവിടെ ചേർന്ന് വന്നിരിക്കുന്നത്. എറണാകുളം ശാലയും മർത്തോമ ഇടവകയ്ക്ക് ഏറ്റവും സജീവമായ ഒരു കുടുംബം. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട ആൻറ്റി പള്ളിയുടെ എല്ലാ കാര്യങ്ങളും നൽകുന്ന ശ്രദ്ധ ഏറ്റവും ശ്ലാഘനീയമാണ്. പ്രത്യേകിച്ച് ഇടവകയുടെ സേവിയ സംഘത്തിലും മറ്റാത്മീയ കൂട്ടങ്ങളിലൊക്കെ വീടിൻ്റെ പരിമിതികളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ സമയം കണ്ടെത്തി ഓടി വരികയും ഒരുമിച്ച് ആരാധിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട ആൻറ്റി. മക്കൾ ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിൽ അവരെല്ലാം സജീവമായി പ്രവർത്തിക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു വീട്ടിൽ നിന്ന് അപ്പൻ പിതാവ് വീട് വിട്ടിറങ്ങിപ്പോകുമ്പോൾ ഒരു നായകന്റെ നഷ്ടം നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഉന്നതമായ മൂല്യങ്ങളും ദർശനങ്ങളും കാത്തു സൂക്ഷിച്ച് ദൈവഭക്തനായി ജീവിച്ച ഒരു മനുഷ്യന്റെ യാത്ര അതിലേറെ ശൂന്യത സൃഷ്ടിക്കുമെന്ന് നമുക്കറിയാം. അതെങ്ങനെ നികത്തുമെന്ന് നമുക്കാർക്കും ഇപ്പോൾ പറയാൻ സാധ്യമല്ല. എന്നാൽ ഒരു കാര്യം മാത്രം നമുക്ക് ഉറപ്പാണ്, ഈ പിതാവ് വിശ്വസിച്ച ദൈവം കർത്താവ് ഈ കുടുംബത്തിലുണ്ട്. അദ്ദേഹം എങ്ങനെ ഈ കുടുംബത്തെ നയിച്ചോ അതിലുപരി ദൈവം തമ്പുരാന്റെ കരുതൽ ഈ കുടുംബത്തിലുണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ആൻറ്റിക്ക് ജീവിതത്തിൽ നല്ല സഖിയായ ദൈവം കൂടെ ഇരിക്കട്ടെ. കുഞ്ഞുങ്ങൾ ഓരോരുത്തർക്കും പിതാവ് ആയി ദൈവം കൂടെ ഇരിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എറണാകുളം ശാലയും മർത്തോമ ഇടവകയുടെ പേരിലുള്ള അനുശോചനം ഈ കുടുംബത്തെ അറിയിക്കുന്നു. നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് ഇലന്തൂരിൽ വന്ന് ശുശ്രൂഷ സംബന്ധിക്കാനുള്ള പരിമിതി ഞങ്ങൾക്കൊക്കെ ഉള്ളതുകൊണ്ട് അനുശോചനം ഇവിടെ അറിയിക്കുകയാണ്. ദൈവം നിങ്ങളെല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ എന്ന് ദൈവനാമത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇടവക ട്രസ്റ്റിയും ചുമതലക്കാരും ചേർന്ന് ഇപ്പോൾ റീത്ത് സമർപ്പിക്കുന്നു. ഈ കുടുംബം ഇടവകയുടെ പനമ്പള്ളി വൈറ്റില പ്രയർ ഗ്രൂപ്പിലെ സജീവ അംഗങ്ങളാണ്. പനമ്പള്ളി വൈറ്റില പ്രയർ ഗ്രൂപ്പിന് വേണ്ടി പ്രാർത്ഥനാ പ്രതിനിധിയും അംഗങ്ങളും വന്നിട്ടുള്ള അംഗങ്ങൾ ചേർന്ന് ഇപ്പോൾ ദിവസങ്ങളൊക്കെ കയസംഘ പാട്ടുപാടാം. അതിനുശേഷം പ്രാർത്ഥന നടത്തുന്നു. ആ തീരത്ത്
തീരത്ത് സ്തുതിക്കും ദൈവമക്കൾക്കുള്ളാശ്രയമേ പരിലസിക്കും സ്വർഗ്ഗത്തിരുവീഥി ചേർന്നിടുമോ വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേ വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേ ഇന്നു ഞാൻ ചേർന്നിടുമോ പരസുതനിൽ ഇന്നു ഞാൻ ചേർന്നിടുമോ പരസുതനിൽ ഇന്നു ഞാൻ ചേർന്നിടുമോ പരസുതനിൽ ഞാൻ ചേർന്നിടുമോ ഉള്ള 12 ഗോപുരമേ തവ മഹത്വം കണ്ടിട്ട മമ കണ്ടം കോരിച്ചിടുന്നേ വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേ വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേ ഇന്നു ഞാൻ ചേർന്നിടുമോ പരസുതനിൽ ഇന്നു ഞാൻ ചേർന്നിടുമോ പരസുതനിൽ ഇന്നു ഞാൻ ചേർന്നിടുമോ പരസുതനിൽ ഞാൻ ചേർന്നിടുമോ ദൈവ തേജസ്സ ദൈവത്തിൻ കുഞ്ഞാടിനെ അലറി പാടി സ്തുതിച്ചിടും ഞാൻ വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേ വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേ ഇന്നു ഞാൻ ചേർന്നിടുമോ പരസുതനിൽ ഇന്നു ഞാൻ ചേർന്നിടുമോ പരസുതനിൽ ഇന്നു ഞാൻ ചേർന്നിടുമോ പരസുതനിൽ ഇന്നു ഞാൻ ചേർന്നിടുമോ
ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു വിളിച്ചിടുന്നു. നിന്നെ വിളിച്ചിടുന്നു. പാടുള്ളവർ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു. പാടുള്ളവർ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു.